എല്ലാവർക്കും നമസ്കാരം. മഹാഭാരതത്തിലെ പ്രധാന കഥാപാത്രങ്ങളിലൊന്നായ കർണൻ്റെ ജനനകഥ നിങ്ങൾക്കായി ഞാൻ പറഞ്ഞു തന്നത് എല്ലാവരും കേട്ടുവല്ലോ. ഇന്ന് നമുക്ക് അതിൻ്റെ തുടർച്ചയായി കർണൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തെക്കുറിച്ച് കേൾക്കാം. അങ്ങനെ അതിരഥൻ്റെയും രാധയുടെയും മകനായി കർണൻ വളരെ സന്തോഷത്തോടുകൂടി വളർന്നു വന്നു. അച്ഛനായ അതിരഥൻ സൂതനായിരുന്നു എന്നതുകൊണ്ട് കർണനും അതേ വഴിയിൽ പോകണം എന്നാണ് നിയമം പറഞ്ഞിരുന്നത്. പക്ഷേ ചെറുപ്രായം മുതൽ തന്നെ കർണന് അസ്ത്രവിദ്യയോട് വല്ലാത്ത ഇഷ്ടമായിരുന്നു. അങ്ങനെ മകൻ്റെ അസ്ത്രവിദ്യയിലുള്ള അമിതമായ താല്പര്യം കണ്ട് അതിരഥൻ പാണ്ഡവരുടെയും കൗരവരുടെയും ഗുരുവായ ദ്രോണാചാര്യരുടെ അടുക്കലേക്ക് കർണനെ കൊണ്ടുചെന്നാക്കി. കർണന് സാധാരണ രീതിയിലുള്ള ധനുർവിദ്യ അസ്ത്രവിദ്യയെല്ലാം തന്നെ ദ്രോണർ പഠിപ്പിച്ചു കൊടുത്തു. പാണ്ഡവരെക്കുറിച്ചും കൗരവരെക്കുറിച്ചുമെല്ലാം നമുക്ക് കൂടുതൽ കഥകൾ ഇനി വരുന്ന ആഴ്ചകളിൽ പറഞ്ഞ് കേൾക്കാം. അങ്ങനെ കർണന് ധനുർവിദ്യ അദ്ദേഹം അഭ്യസിപ്പിക്കുന്നുണ്ട്. എന്നാൽ വളരെയധികം പ്രാധാന്യത്തോടു കൂടി ദ്രോണാചാര്യർ വിദ്യ അഭ്യസിപ്പിക്കുന്നത് രാജകുമാരന്മാരായിട്ടുള്ള കൗരവരെയും പാണ്ഡവരെയുമാണ്. അതിൽ പാണ്ഡവരിൽ തന്നെ മധ്യമനായിട്ടുള്ള, പാണ്ഡവരെ 5 മക്കളാണ്, അവരിൽ മൂന്നാമനായിട്ടുള്ള അർജുനൻ അസ്ത്രവിദ്യയിൽ കേമനാണ്. അതുകൊണ്ട് തന്നെ ദ്രോണാചാര്യർക്ക് എപ്പോഴും തൻ്റെ ശിഷ്യനായ അർജുനനോട് ഒരു തരി പ്രിയം കൂടുതലാണ്. അപ്പോൾ കർണനും ഇതുപോലെ തന്നെ ധനുർവിദ്യയിലാണ് കേമൻ. അതുകൊണ്ട് തന്നെ കർണൻ എപ്പോഴും അർജുനനുമായിട്ട് ഉള്ളിലൊരു ചെറിയ മത്സരം ഉണ്ടായിരുന്നു. അർജുനന് തിരിച്ചും ഉണ്ടായിരുന്നു. പക്ഷേ പ്രധാന വിദ്യകളൊന്നും തന്നെ ബ്രാഹ്മണരോ ക്ഷത്രിയരോ അല്ലാത്ത കുട്ടികളെ പഠിപ്പിക്കില്ല എന്നായിരുന്നു അന്നത്തെ കീഴ്വഴക്കം. അതുകൊണ്ട് തന്നെ തൻ്റെ ശിഷ്യനായിട്ടുള്ള അർജുനന് ബ്രഹ്മാസ്ത്രവിദ്യ ഉപദേശിച്ചു കൊടുത്തപ്പോൾ ദ്രോണാചാര്യർ അതൊരിക്കലും കർണന് പറഞ്ഞു കൊടുക്കുന്നില്ല. കർണനൊക്കെ സാധാരണ അസ്ത്രവിദ്യയുടെ കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ കർണൻ ദ്രോണാചാര്യരോട് ചോദിക്കുന്നുണ്ട്, ഗുരു, എനിക്കും കൂടെ അങ്ങ് ബ്രഹ്മാസ്ത്രവിദ്യ ഒന്ന് ഉപദേശിച്ചു തരുമോ എന്ന്. അപ്പോൾ എന്താണ് ദ്രോണാചാര്യർ പറയുക? നീ ഒരു സൂതപുത്രനാണ്, നിനക്ക് ഇപ്പോൾ പഠിച്ച കാര്യങ്ങൾ തന്നെ ധാരാളമാണ്. ബ്രഹ്മാസ്ത്രവിദ്യയൊക്കെ പറഞ്ഞു കൊടുക്കുക ക്ഷത്രിയനോ അല്ലെങ്കിൽ ബ്രാഹ്മണനോ മാത്രമാണ്. നീ ഇത് രണ്ടും അല്ലല്ലോ, നീ ഒരു സൂതപുത്രനല്ലേ, അതുകൊണ്ട് ഇതിൽ കൂടുതൽ നിനക്ക് പറഞ്ഞു തരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. അപ്പോൾ കർണനാണെങ്കിൽ എന്ത് തന്നെയായാലും ബ്രഹ്മാസ്ത്രവിദ്യ നേടിയേ തീരൂ എന്ന ഒരു വാശിയായിരുന്നു. അപ്പോൾ കർണനറിയാം താൻ എവിടെ പോയി ഏത് ഗുരുവിൻ്റെ അടുത്ത് പോയിട്ടും താനൊരു സൂതനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് ആ വിദ്യ അവരുപദേശിച്ച് തരില്ല എന്ന് കർണൻ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ കർണൻ എന്ത് തീരുമാനിച്ചു? പരശുരാമനെ ചെന്ന് കാണാമെന്ന് തീരുമാനിച്ചു. അതും ഒരു സൂതപുത്രനായിട്ടല്ല, ഞാനൊരു ബ്രാഹ്മണനാണ് എന്ന് പറഞ്ഞ് നുണ പറഞ്ഞ് ഒരു പൂണൂലൊക്കെ ധരിച്ച് ചെന്ന് പരശുരാമൻ്റെ അടുത്ത് നിന്ന് ആ വിദ്യ നേടാമെന്ന് കരുതി മഹേന്ദ്രഗിരിയിൽ ചെന്ന് പരശുരാമനെ വന്ദിച്ചു. അങ്ങനെ താനൊരു ഭൃഗുവംശത്തിൽപ്പെട്ട ഒരു ബ്രാഹ്മണനാണെന്നും ബ്രഹ്മാസ്ത്രവിദ്യ അഭ്യസിക്കാൻ വന്നതാണെന്നൊക്കെ കർണൻ പരശുരാമനോട് പറഞ്ഞ് മനസ്സിലാക്കി. അങ്ങനെ പരശുരാമൻ്റെ ശിഷ്യനായി തീർന്നു. അപ്പോൾ നമുക്കറിയാം കർണന് നല്ല കഴിവാണ്. അതുകൊണ്ട് തന്നെ കർണൻ ഓരോന്ന് ചെയ്യുമ്പോഴും പരശുരാമന് കർണനോട് ഇഷ്ടം കൂടിക്കൂടി വരികയാണ്. മിടുക്കനായ ശിഷ്യന്മാരെ കിട്ടുവാൻ ഗുരുക്കന്മാർക്ക് നല്ല ഇഷ്ടമാണ്. അങ്ങനെ കർണന് പരശുരാമൻ ബ്രഹ്മാസ്ത്രവിദ്യയൊക്കെ എല്ലാ തരത്തിലുള്ള വിദ്യകളും ഉപദേശിച്ചു കൊടുത്തു. ബ്രഹ്മാസ്ത്രവിദ്യയും എല്ലാം ഉപദേശിച്ചു കൊടുത്തു. അങ്ങനെ കർണൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞു. അപ്പോൾ ഒരു 1-2 ദിവസത്തിനുള്ളിൽ കർണൻ തിരിച്ച് പോരാൻ ഒരുങ്ങുകയാണ്. ആ സമയത്ത് ഒരു ദിവസം പരശുരാമൻ, നല്ല ക്ഷീണിതനായിരിക്കുന്ന പരശുരാമൻ കർണൻ്റെ മടിയിൽ കിടന്നുറങ്ങുകയാണ്. അങ്ങനെ മടിയിൽ കിടന്നുറങ്ങുമ്പോൾ കർണൻ്റെ തുടയിൽ ഒരു വണ്ട് വന്നിങ്ങനെ കുത്തി. അത് കുത്തുക മാത്രമല്ല, അതിങ്ങനെ കർണൻ്റെ തുടയിൽ ഇങ്ങനെ തുളച്ച് കയറാൻ തുടങ്ങി. കർണന് നല്ല വേദന എടുക്കുന്നുണ്ട്. പക്ഷേ കർണൻ തൻ്റെ കാലൊന്ന് അനക്കുക പോലും ചെയ്തില്ല. കാരണം എന്താണ്? താൻ തൻ്റെ കാലനക്കിയാൽ തൻ്റെ ഗുരുവിൻ്റെ ഉറക്കത്തിന് ഒരു തടസ്സം വരും എന്നുള്ളത് കൊണ്ട് കർണൻ തൻ്റെ കാലുകൾ അനക്കാതെ വെച്ച് ആ വേദന സഹിച്ചു. രക്തം ഇങ്ങനെ ഒഴുകി പരന്നു. ആ രക്തത്തിൻ്റെ മണം, അതുപോലെ തന്നെ രക്തം വന്ന് ശരീരത്തിൽ തൊട്ട് ആ നനവും അറിഞ്ഞപ്പോൾ പരശുരാമൻ പെട്ടെന്ന് ഉണർന്നു. പരശുരാമൻ നോക്കുമ്പോൾ തുടയിൽ നിന്ന് ഇങ്ങനെ ചോര ഒഴുകുന്ന രീതിയിലിരിക്കുന്ന കർണനെയാണ് കാണുന്നത്. അപ്പോൾ പരശുരാമൻ എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ തുടയിൽ ഒരു വണ്ടിങ്ങനെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ തുളഞ്ഞ് ഒരു മുറിവ് വലിയ വ്രണമായിട്ട് മാറിയിരിക്കുകയാണ്. അതിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകുകയാണ്. അത് കണ്ടപ്പോൾ വേഗം തന്നെ വണ്ടിനെ പരശുരാമൻ കൊന്നു എന്നാണ് പറയുന്നത്. തൻ്റെ തീക്ഷ്ണമായ ദൃഷ്ടികൾ കൊണ്ട് നോക്കി ആ വണ്ടിനെ ദഹിപ്പിച്ചു കളഞ്ഞു എന്നാണ് പറയുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് ഉടനടി കർണൻ്റെ അടുത്തേക്ക് തിരിഞ്ഞിട്ട് ചോദിക്കും,
നീ സത്യത്തിൽ ആരാണ് എന്ന് ചോദിക്കും പരശുരാമൻ. കാരണം ഒരു ബ്രാഹ്മണകുമാരന് ഒരിക്കലും ഇത്രയും വേദന സഹിക്കാൻ കഴിയില്ല. നീ ഒരു ബ്രാഹ്മണനല്ല എന്നെനിക്ക് മനസ്സിലായി. നീ യഥാർത്ഥത്തിൽ ആരാണ് എന്ന് ചോദിക്കും. അപ്പോൾ കർണൻ തൻ്റെ ജീവിത കഥയെല്ലാം പറയുകയാണ്. ഇങ്ങനെ തനിക്ക് ബ്രഹ്മാസ്ത്ര വിദ്യ അഭ്യസിക്കുവാനായിട്ട് ഇവിടെ വന്നതാണെന്നും താൻ സൂതനായ അതിരഥൻ്റെ മകനാണ് എന്നൊക്കെ പറയും. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പരശുരാമന് ഭയങ്കര ദേഷ്യം വന്നു. കാരണം നുണ പറഞ്ഞിട്ടല്ലേ നീ എൻ്റെ അടുത്തുനിന്ന് വിദ്യകൾ സ്വായത്തമാക്കിയത്. അപ്പം എന്തു പറയും? നുണ പറഞ്ഞ് നീ എന്നിൽ നിന്ന് നേടിയ വിദ്യകളെല്ലാം തന്നെ ഏറ്റവും ശക്തനായ എതിരാളിയോട് നീ യുദ്ധഭൂമിയിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നീ മറന്നു പോകട്ടെ എന്ന് പറയും. ഇപ്പോൾ ബ്രഹ്മാസ്ത്രവിദ്യയൊക്കെ നമുക്ക് ഓർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രം ചൊല്ലിയിട്ടാണ് ആ അസ്ത്രത്തിനെയൊക്കെ അങ്ങ് പ്രത്യക്ഷപ്പെടുത്തുക. അപ്പോൾ അതെല്ലാം മറന്നു പോകട്ടെ എന്ന് ശപിക്കും. കാരണം വല്ലാത്ത സങ്കടമായി. കാരണം എത്രമാത്രം ആഗ്രഹിച്ചിട്ടാണ് ഇവിടെ വന്നത്. എല്ലാ വിദ്യകളും നേടുകയും ചെയ്തു. എന്നിട്ടും ഇങ്ങനെ ഒരു ശാപം നേരിടേണ്ടി വന്നില്ലേ എന്ന് കരുതി വിഷമത്തോടു കൂടി പോകുമ്പോൾ വഴിയിലൊരു പശുവിനെ കണ്ട് എന്തോ കർണനെ അങ്ങനെ മറ്റുള്ളവരെ ഉപദ്രവിക്കാനൊന്നും അത്ര ഇഷ്ടമുള്ള ആളൊന്നുമല്ല. പക്ഷേ ഒരു അബദ്ധവശാൽ ഒരു അമ്പ് ചെയ്ത് ആ പശുവിനെ കൊല്ലും. അതൊരു ബ്രാഹ്മണൻ്റെ പശുവായിരുന്നു. ആ ബ്രാഹ്മണൻ വന്നിട്ട് എന്ത് പറയും? ഒരു കാര്യവുമില്ലാതെയാണ് നീ നമുക്ക് പാലും എല്ലാം തരുന്ന ഗോമാതാവിനെ വധിച്ചത്. അതുകൊണ്ട് നീ ഏറ്റവും ശക്തനായ എതിരാളിയോട് യുദ്ധഭൂമിയിൽ മത്സരിക്കുമ്പോൾ നിൻ്റെ രഥചക്രങ്ങൾ മണ്ണിൽ പൂഴ്ന്നു പോകട്ടെ എന്ന് ആ ഒരു ബ്രാഹ്മണനും ശപിക്കും. രണ്ട് ശാപങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ കർണൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. അങ്ങനെ ആ രണ്ട് ശാപങ്ങളുടെ വേദനയുമായിട്ടാണ് കർണൻ തിരിച്ച് തൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞ് തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അരികിലേക്ക് തിരിച്ചെത്തുന്നത്. ഇനി അങ്ങനെ തിരിച്ചെത്തിയതിന് ശേഷം കർണൻ പാണ്ഡവരെയും കൗരവരുമായിട്ട് അവരുടെ ഒരു ആയുധാഭ്യാസ വേദിയിൽ വെച്ച് കണ്ടുമുട്ടുന്നതും അതിനെ തുടർന്ന് ദുര്യോധനുമായി സഖ്യത്തിലാകുന്നതും അങ്ങനെയുള്ള കഥകൾ നമുക്കിനി മറ്റൊരു ദിവസം കേൾക്കാം. എല്ലാവർക്കും നന്ദി.